അടുത്തത് കലണ്ടർ പ്രോബ്ലം ആണ്. കലണ്ടർ പ്രോബ്ലത്തിൽ ഓഡ് ഡേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ്. ഓഡ് ഡേ, എക്സ്ട്രാ ഡേയ്സ് ആഫ്റ്റർ കംപ്ലീറ്റ് വീക്സ് ആണ് ഓഡ് ഡേ. ഓരോ മന്തിനും ഓഡ് ഡേ ഉണ്ട്, ഓരോ ഇയറിനും ഓഡ് ഡേ ഉണ്ട്. സോ ആ ഓഡ് ഡേ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. സോ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ 26 ജാനുവരി ക്വസ്റ്റ്യന് പറയുന്നത് 26 ജാനുവരി 2020 സൺഡേ ആണ്. 26 ജാൻ മുതൽ 16 മാർച്ച് എന്താണെന്നാണ് ചോദിക്കുന്നത്. 16 മാർച്ച് വരെയുള്ള ദിവസങ്ങൾ എത്രയാണെന്ന് എണ്ണണം. അത് എണ്ണാൻ വേണ്ടി 26 മാർച്ച് മുതൽ 26 ഫെബ് വരെ ആദ്യം എണ്ണ. അതെന്ന് പറയുന്നത് ജനുവരിയിലുള്ള ദിവസങ്ങളുടെ എണ്ണം 31 തന്നെയാണ്. 31 31ന്റെ ഓഡ് ഡേ 3 എഴുതിയാലും മതി. ഞാൻ 31 അങ്ങ് എഴുതുവാണ്. സോ ഇത് തമ്മിൽ 31ന്റെ വ്യത്യാസം. നൗ 26 ഫെബ്രുവരി ടു 16 മാർച്ച്. അവിടെ ശ്രദ്ധിക്കണം, ഇത് 2020 ആണ്. 2020 ഒരു ലീപ്പ് ഇയർ അല്ലേ? ലീപ്പ് ഇയറിൽ ഫെബ്രുവരിക്ക് 29 ഡേയ്സ് ഉണ്ടാവില്ലേ? സോ 26 ഫെബ് ടു 26 മാർച്ച് വരെ 29 ഡേയ്സാണ് വരുന്നത്. അപ്പൊ 16 മാർച്ച് വരെയോ 29 നിന്ന് 10 കുറയ്ക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ എണ്ണ 27, 28, 29 പിന്നെ 16 കൂടെ കൂട്ടിയാലും മതി. അപ്പോൾ 19 വരത്തില്ലേ? So 19 will be the number of days from Feb to March, or 26 Feb to 16 March. So 31 plus 19, 50 is the total number of days between 26th Jan to 16th March. 50 ഡേയ്സിന്റെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുത്താൽ മതി. ഇപ്പൊ 62ന്റെ ഓഡ് ഡേ കണ്ടുപിടിക്കാൻ 62/7ന്റെ റിമൈൻഡർ 6 ആണ്. സോ 6 is the odd day. സോ 50യുടെ ഓഡ് ഡേ കണ്ടുപിടിക്കാൻ 50/7ന്റെ റിമൈൻഡർ 1 ആണ്. 49 plus 1 അല്ലേ? 1 ആണെങ്കിൽ ഒരു ദിവസം തള്ളണം. സൺഡേ പ്ലസ് 1 മൺഡേ. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ.